ഇത് ബഹുമാനപ്പെട്ട അബൂ അബ്ദുറഹ്മാൻ സലമി അദ്ദേഹത്തിന്റെ കിതാബാണ്. ഹിജ്റ 325 ജനിച്ച് 412 വഫാത്തായി പോയ മഹാൻ അബൂ അബ്ദുറഹ്മാൻ സുലമി അദ്ദേഹത്തിന്റെ കിതാബാണ്. അതിൽ കാണാം ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഖബറിനെ പറ്റി പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഖബർ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഖബർ അത്തിരിയാഖുൽ മുജറബ്, എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമുള്ള ഖബറാണ്, ദർഗയാണ്. അത്തിരിയാഖുൽ മുജറബ്, ഏത് വിഷമത്തിനും പരിഹാരമുള്ള ദർഗയാണ് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദർഗ. മഹാന്മാർ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അതിൽ മാത്രമല്ല, അത് ബഹുമാനപ്പെട്ട നേരത്തെ ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി അദ്ദേഹം രചിച്ച മനാഖിബ് മഅറൂഫുൽ ഖർഖി വ അഖ്ബാറുഹു എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ 199-ാമത്തെ പേജിലും ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതാ ഖബ്റുഹു ളാഹിറുൻ മശ്ഹൂറുൻ, അദ്ദേഹത്തിന്റെ ഖബർ പ്രസിദ്ധമാണ്, മശ്ഹൂറാണ്. അതുപോലെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഖബറാണ് എന്ന് മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. 11 കിതാബ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. 11. ഇനി വേണോ നൂറുകണക്കിൽ കിതാബ് ഞാൻ ഹാജരാക്കാം, ഒന്നോ രണ്ടോ അല്ല. ഇതെന്തിനാ ഞാൻ വായിച്ചത്? 1 by 1 എന്തിനാ വായിച്ചത്? മഹാന്മാരെ ദർഗയിൽ പോകുന്നത്, സയ്യിദ് മദനി തങ്ങളുടെ അടുത്ത് പോകുന്നത്, അജ്മീറിൽ പോകുന്നത്, മടവൂരിലേക്ക് പോകുന്നത് ഇസ്ലാമിക സംസ്കാരമല്ല, അത് ഖബർ ആരാധനയാണ്, ഖബറിനെ പൂജിക്കലാണ്, ജൂതന്മാരുണ്ടാക്കിയതാണ് എന്നൊക്കെയല്ലേ ഇവിടെ മൗലവി പ്രസംഗിച്ചത്. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരൊക്കെ പഠിപ്പിക്കുന്നെന്തറിയോ? ഇതൊക്കെ കേരളത്തിലും കർണാടകത്തിലും മൊയ്ലാക്കന്മാരുണ്ടാക്കിയതാണ് ദർഗ, അല്ലാതെ ഇസ്ലാമിലെ സ്ഥാനമില്ല. ഇവരൊക്കെ ഇസ്ലാമിന്റെ ഇമാമിങ്ങളല്ലേ? ഈ പറഞ്ഞ കിതാബുകളൊക്കെ ഇമാമിങ്ങൾ കിതാബല്ലേ? അതുകൊണ്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കണം. യാഥാർത്ഥ്യം